ഹായ് ഫ്രണ്ട്സ്, ഈ അടുത്ത കാലം വരെ എനിക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ ദിവസമാണ് എനിക്ക് മാറിയത്. ആ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മളിൽ പലരുടെ ഇടയിലും ഉണ്ടായിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ തന്നെയായിരിക്കും. എങ്ങനെയാണ് അത് മാറിയെന്നുള്ളത് ഞാൻ അവസാനം പറയാം. ഞാൻ ഈ അടുത്ത കാലം വരെ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ത്യാഗരാജൻ, സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനും അതേപോലെ തന്നെ സിനിമാ നടനായിട്ടുള്ള ത്യാഗരാജനും ഒരാളാണ് എന്നുള്ളതാണ്. അതെ, നമ്മളിൽ പലർക്കും ഇപ്പോഴുമുള്ള ഒരു തെറ്റിദ്ധാരണ തന്നെയാണത്. യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. നമ്മൾ സ്റ്റണ്ട് മാസ്റ്ററായിട്ടും സിനിമാ നടനായിട്ടും വിചാരിച്ചു വെച്ചിട്ടുള്ള ആ വ്യക്തി പറയുന്നത് തമിഴിലെ പ്രശസ്ത നടനായിട്ടുള്ള പ്രശാന്തിൻ്റെയൊക്കെ അച്ഛനായിട്ടുള്ള ത്യാഗരാജനാണ്. ഇദ്ദേഹം ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി പറയാം. അതിനു മുമ്പായിട്ട് സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജനെ പറ്റി പറയാം. 2000-ലധികം സിനിമകൾക്ക് ഇദ്ദേഹം സ്റ്റണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതും എണ്ണം പറഞ്ഞ സിനിമകൾ. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ ഒരു വീരപുരുഷനാക്കി മാറ്റിയിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന സിനിമ, അതേപോലെ തന്നെ മമ്മൂട്ടിയെ ഒരു ആക്ഷൻ ഹീറോ ആക്കി മാറ്റിയിട്ടുള്ള ആവനാഴി എന്ന് പറയുന്ന സിനിമ, മോഹൻലാലിനെ ആക്ഷൻ ഹീറോ ആക്കി മാറ്റിയിട്ടുള്ള രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന സിനിമ, ഹിന്ദിയിൽ അതുപോലെ തന്നെ അമിതാഭ് ബച്ചൻ്റെ അഗ്നിപഥ് എന്ന് പറയുന്ന സിനിമ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ സിനിമകൾ, 2000-ലധികം സിനിമകൾക്ക് ഇദ്ദേഹം സ്റ്റണ്ട് അതിമനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം, ഇന്റർനെറ്റിൽ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള വലിയ വിവരങ്ങൾ പോലും ഇല്ല. ഒരു പേരിന് ഈ സന്തോഷ് പണ്ഡിറ്റിന് പോലും ഉണ്ട് ഒരു വിക്കിപീഡിയ അക്കൗണ്ട്. സന്തോഷ് പണ്ഡിറ്റ് ഒരു മോശക്കാരനാണെന്ന് പറഞ്ഞതല്ല. സന്തോഷ് പണ്ഡിറ്റിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ സിനിമാ മേഖലയിൽ ഇദ്ദേഹത്തിന് പ്രശസ്തി ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സന്തോഷ് പണ്ഡിറ്റ് മോശമുള്ള അർത്ഥത്തിൽ ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ സിനിമാ മേഖലയിലില്ല. മുഖത്ത് ചായം പരത്താത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. മാഫിയ ശശി, സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള മാഫിയ ശശി ചില സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ സ്റ്റണ്ട് സിൽവയെ നമ്മൾ തിരിച്ചറിയും, അൻപർവിനൊക്കെ നമ്മൾ തിരിച്ചറിയും. പക്ഷേ ഈ മനുഷ്യനെ നമ്മൾ എന്തുകൊണ്ടോ തിരിച്ചറിയാതെ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ തെറ്റിദ്ധരിച്ചു. സിനിമാടനായിട്ടുള്ള ത്യാഗരാജൻ, അദ്ദേഹം ഒരു സംവിധായകനും കൂടിയാണ്. മമ്പട്ടിയാൻ എന്ന് പറയുന്ന സിനിമ തൻ്റെ മകനായിട്ടുള്ള പ്രശാന്തിനെ വെച്ചും കയറ്റി അണിച്ചൊരുക്കിയത് അദ്ദേഹമാണ്. ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കഥാപാത്രമാണ് നടരാജ് എന്ന് പറയുന്ന കഥാപാത്രം. സേലം വിഷ്ണു എന്നുള്ള പേരിൽ ഈ ഒരു കഥാപാത്രത്തിനെ മെയിൻ ആക്കിക്കൊണ്ട് ഒരു സിനിമയൊക്കെ തമിഴിൽ പിന്നീട് റിലീസാകുകയുണ്ടായി. അശോകേട്ടൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡിലെ കഥാപാത്രവും വളരെ ഫേമസ് ആണ്. ഇങ്ങനെ അദ്ദേഹം ഹിന്ദിയിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇഷ്ടംപോലെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലം വരെ എനിക്കുണ്ടായിരുന്ന ഈ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടോ? സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജും സിനിമാടനായിട്ടുള്ള ത്യാഗരാജും ഒരാളാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? എന്താണെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തും കയറ്റി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യുക. ഇനി എനിക്ക് എങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ മാറി കിട്ടിയതെന്നല്ലേ. കഴിഞ്ഞ ദിവസം ഈ ത്യാഗരാജൻ, നമ്മുടെ സംവിധായകൻ നടനുമായിട്ടുള്ള ത്യാഗരാജൻ, അദ്ദേഹത്തിൻ്റെ മമ്പട്ടിയ എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സിനിമയിലെ സോങ് മമ്പട്ടിയ എന്ന് പറയുന്ന സോങ് ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണല്ലോ. അത് ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ അവർ ഉപയോഗിച്ചതിന് യാതൊരുവിധ കോപ്പിറൈറ്റും ആവശ്യമില്ല എന്ന് പറയുന്ന ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റിൽ